തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് സഖാക്കൾ വോട്ടിനെ കുറിച്ച് ചിന്തിക്കുക. അതൊരു പതിവാണ്. ഉദാഹരണത്തിന് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSSകാരും BJPക്കാരും ആളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. കോടിയേരി ബാലകൃഷ്ണൻ ഇതൊക്കെ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. പ്രത്യേകിച്ച് BDJS കൂടി വന്നതോടെ ഹൈന്ദവ വോട്ടുകളെ തങ്ങളുടെ പാളയത്തിലേക്ക് ഒഴുക്കിവിടാനുള്ള കടുത്ത യത്നത്തിലാണ് BJP. അതിനെ മറികടക്കാൻ കോടിയേരി ഒരു ബുദ്ധി കണ്ടെത്തി. താൻ കമ്മ്യൂണിസ്റ്റുകാരനായത് ശ്രീനാരായണീയ ദർശനങ്ങളുടെ പ്രേരണയിലാണ് എന്ന ചരിത്രം അങ്ങ് വെളിപ്പെടുത്തി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രം, തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം, അവിടെ ചതയദിനത്തിൻ്റെ ഭാഗമായി എപ്പോഴും പ്രസംഗ മത്സരം നടക്കുമായിരുന്നു. ഞാൻ ആ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ആദ്യമായിട്ട് വായിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചതയദിനാഘോഷ പരിപാടിയിലെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ പുസ്തകം വായിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരു ആരാണെന്ന ആശയം എൻ്റെ മനസ്സിലേക്ക് കുട്ടിക്കാലത്ത് കടന്നു വന്നത്. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയമാണ് എന്നെ പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റിയത് എന്ന അഭിമാനത്തോടു കൂടി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ വേദിയിൽ ഒരിക്കൽ ഞാൻ ഈ കാര്യം പരസ്യമായി മന്ത്രിയായ കാലത്ത് പ്രസ്താവിക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ആശയം രൂപപ്പെടുത്തിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ്. ഇങ്ങനെ ശ്രീനാരായണീയ തത്വശാസ്ത്രവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ കേരളത്തിലെ ശ്രീനാരായണീയ ഭക്തന്മാർ അവർക്കൊരിക്കലും RSS ആയിട്ട് മാറാൻ കഴിയില്ല. അതൊന്നും അങ്ങനെ തറപ്പിച്ച് പറയണ്ട. റിസൾട്ട് വന്നിട്ട് ബാക്കി പറയാം. എന്തായാലും കോടിയേരിയുടെ വെളിപ്പെടുത്തൽ ശ്രീനാരായണീയരിലും RSSകാരിലും എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക? ക്ഷേത്രങ്ങളെ അങ്ങനെയൊന്നും വിടാൻ RSSകാർ പക്ഷേ ഒരുക്കവുമല്ല. ഉദാഹരണത്തിന് ശ്രീശാന്ത് തിരുവനന്തപുരത്ത് പ്രചാരണം തുടങ്ങിയതു തന്നെ പഴവങ്ങാടിയിൽ തേങ്ങയുടച്ചാണ്. അവിടെ തിരുവനന്തപുരത്ത് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ ഇറക്കിയിരിക്കുകയാണ്. RSSന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2020 കളിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മളും കുറച്ച് ക്രിക്കറ്റുകാരെ ഇറക്കുക. തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കളിക്ക് ശ്രീശാന്തുമായിട്ട് മത്സരിക്കണോ? കുറച്ച് ക്രിക്കറ്റുകാരെ നമ്മളും ഇറക്കിത്തരാം. ഇത് ക്രിക്കറ്റ് കളിയല്ല, തെരഞ്ഞെടുപ്പ്. അവിടെ അദ്ദേഹം വന്നിറങ്ങിയപ്പോഴും കാണിക്കുന്നത് നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ? ക്ഷേത്രത്തിൽ പോവുക, അവിടെ പൂജ. ഇതെന്തിനാ പൂജ നടത്തുന്നത്? വിശ്വാസികളെ വഞ്ചിക്കുക, വിശ്വാസികളെ കബളിപ്പിക്കുക. എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് RSSന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇലക്ഷൻ പ്രവർത്തനം ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് RSS നടത്തുന്ന ഈ പ്രചാരവേല ഇലക്ഷൻ ചട്ടത്തിനെതിരാണ്. ചട്ടമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഖാവേ. കുമ്മനം തന്നെ സകലയിടത്തും പോയി മത സാമുദായിക നേതാക്കളുടെ കാലുകളിൽ തൊട്ടു തൊഴുകയാണ്. അത് വല്ല ചട്ടവും പാലിച്ചാണോ? RSSകാർ കാല് തൊട്ട് വന്നിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്തത് വെടിയായിരിക്കും. ആരെയൊക്കെ RSS കാല് തൊട്ട് വന്നിച്ചിട്ടുണ്ടോ പിറ്റേ ദിവസം വെടി ഉറപ്പാണ്. മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് വെടി. ഇപ്പോൾ RSSകാർ എല്ലാ സ്ഥലത്തും പോയി കാണുന്നവൻ്റെ ഒക്കെ കാല് പിടിക്കുന്നത് കാണുന്നുണ്ട്. ബിഷപ്പിനെ കാണുക, ഒറ്റപ്പെടുത്ത കാല്, സാഷ്ടാംഗ പ്രണാമം. നമ്മുടെ തിരുവനന്തപുരത്തൊരു ബിഷപ്പിനെ കാണാൻ പോയി, കുമ്മനം രാജശേഖരൻ. ടെലിവിഷനിൽ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം കുമ്മനത്തെ കാണുന്നേയില്ല. ഒറ്റ സാഷ്ടാംഗ പ്രണാമം, ഒറ്റപ്പെടുത്ത ബിഷപ്പിനെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നിലക്കൽ പള്ളിക്കലാപം ഉണ്ടാക്കിയത്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ കാല് പിടിച്ച് വന്നിച്ച് ഇപ്പോൾ നല്ല പിള്ള ചമയാൻ വേണ്ടി പുറപ്പെടുകയാണ്. നല്ല പിള്ള ചമയുകയെങ്കിലും വേണ്ടേ? എന്തായാലും തലസ്ഥാനത്തെ കഴക്കൂട്ടം മണ്ഡലം മുരളീധരനെ വച്ച് പിടിക്കുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. മുരളീധരൻ എങ്ങാനും ജയിച്ചാൽ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാധാരമാകും. RSS ആണ് ഗാന്ധിജിയെ കൊന്ന സംഘടനയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. RSSനെതിരായി സംസാരിക്കുന്നവനെ വെടിവെച്ചു കൊല്ലുന്നു. ആ വെടിവെച്ചു കൊല്ലുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്നത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന RSS, ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന RSSന്റെ ഇന്നത്തെ പ്രതീകമാണ് ഇവിടെ മത്സരിക്കുന്ന മുരളീധരൻ. ഈ മുരളീധരൻ ഇപ്പം ഇവിടുത്തെ പ്രചാരവേലയൊക്കെ കേട്ടാൽ തോന്നുന്നത് എന്താണെന്നറിയോ? കഴക്കൂട്ടത്ത് ജനിച്ചവനാണെന്നുള്ള മട്ടിലാണ്. ഞാനിവിടെ വന്നപ്പോഴാണ് പ്രചാരവേല കേട്ടത്. അയാൾ അവിടെ താമസിക്കുന്നു, ഇവിടെ സഞ്ചരിക്കുന്നു. ഈ മുരളീധരൻ്റെ വീട് എവിടെയാണെന്നറിയോ? എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, തലശ്ശേരി. ആളെ ധാരണ എന്താ? അയാൾ ഈ കഴക്കൂട്ടത്താണെന്നാണ്. ഇങ്ങനെയാണ് RSSന്റെ പ്രചാരവേലയുടെ ഒരു സാമ്പിൾ. സ്ഥലം മാറി എത്ര പേർ മത്സരിക്കുന്നു? അതിലൊക്കെ വല്ല കാര്യവുമുണ്ടോ?
ഇമാതിരി സാമ്പിളുകൾ അവതരിപ്പിക്കല്ലേ സഖാവേ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പന്തലിലെ ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവർ മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായ? കോൺഗ്രസിൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല.